ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇഡിയുടെ നിർണായക റെയ്ഡ് 21 ഇടങ്ങളിലാണ് ഒരേ സമയം ഇഡി പരിശോധന നടത്തുന്നത്. പത്മകുമാറും എൻ വാസുവും അടക്കമുള്ള പ്രതികളുടെ വീട്ടിലും സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഇഡി സംഘം എത്തിയിട്ടുണ്ട്. ശബരിമലയിലെ മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും ഇഡി അന്വേഷണം നീളുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനകൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടതുള്ള ക്രമക്കേടുകളടക്കം ഉണ്ടോ എന്ന് പരിശോധന നടത്തിയേക്കുമെന്ന വിവരങ്ങൾ ഇഡി തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കൊടിമര പ്രതിഷ്ഠയിൽ അതേസമയം കേസെടുത്ത് അന്വേഷണം ഉണ്ടായേക്കും എന്ന് കൂടി വിവരം ലഭ്യമാവുകയാണ്. കൊടിമരം മാറ്റിയതിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്നും സൂചന. ആരൊക്കെ പ്രതിയാക്കണമെന്ന് പരിശോധനകൾക്ക് ശേഷം തീരുമാനിക്കും. അപ്പോൾ അതിനിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ കേസ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. എന്താണ് ഇഡി കൂടി കളത്തിൽ നിറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ സംഭവിക്കുന്നത്? അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അനന്തൻ, ഒരുപക്ഷെ നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അന്തിമഘട്ടം എന്നത് മറ്റൊരു തുടക്കമെന്ന നിലയിലേക്ക് പോവുകയാണോ? കാരണം പ്രത്യേകിച്ച് കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ സുപ്രധാന നിരീക്ഷണങ്ങൾ, അതിനേക്കാൾ ഉപരി സ്വാഭാവികമായിട്ടും ഇതിലൊരു കള്ളപ്പണത്തിൻ്റെ ഇലമെൻ്റ് ഉണ്ട് എന്ന്, അത് വെറുമൊരു കള്ളപ്പണത്തിൻ്റെ ഇലമെൻ്റ് അല്ല, അതിഭീമമായ രീതിയിൽ സംശയത്തക്ക രീതിയിലേക്ക് ഉണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇഡി കളത്തിലേക്ക് വരുന്നത്. ഇഡിയുടെ ഈ പരിശോധന എത്രത്തോളം പ്രസക്തിയുള്ളതാണ് SIT അന്വേഷണത്തിന് പുറമെ? അതിൽ നിന്ന് തുടങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ മാനങ്ങൾ വലുതാണ്. അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമാണ്. ഇപ്പോൾ ഇതിനകത്ത് ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടത്തി വലിയ തോതിൽ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമുണ്ടാക്കി എന്നുള്ളത് SIT കണ്ടെത്തി. ഹൈക്കോടതിയും അത് ശരിവെച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇഡി ഈ കേസിൻ്റെ അന്വേഷണത്തിന് വരുന്നത്. അപ്പോൾ ഇഡിയുടെ സംശയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അഴിമതി നിരോധന നിയമം ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇഡിക്ക് ആ കേസ് ഏറ്റെടുക്കാനുള്ള എല്ലാ ബാധ്യതയും അവകാശവുമുണ്ട്. കാരണം അത് അഴിമതി നിരോധന നിയമം വരുമ്പോൾ അത് അഴിമതി പണമാണ്, അത് കള്ളപ്പണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇഡി ഈ അന്വേഷണത്തിലേക്ക് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇഡി ഇതുവരെയുള്ള കോടതിയുടെ അനുമതി പ്രകാരം SIT എടുത്ത രേഖകൾ, അവരുടെ കേസ് ഡയറി എല്ലാം പരിശോധിച്ച ശേഷം എനിക്ക് തോന്നുന്നത് ഇഡിയുടെ ഇന്നത്തെ പത്രക്കുറിപ്പ് കാണുമ്പോൾ അവർ ഇന്ന് റെയ്ഡിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളുടെ എല്ലാം വീടുകളിൽ ഒരേ സമയം ഇന്ന് റെയ്ഡ് നടക്കുകയാണ്. 21 കേന്ദ്രങ്ങളിൽ 3 സ്റ്റേറ്റുകളിലായിട്ട്. അപ്പോൾ ആ റെയ്ഡിന് തുടക്കമിട്ടുകൊണ്ട് വന്ന സമയത്ത് രാവിലെ തന്നെ അവരൊരു പത്രക്കുറിപ്പ് ഇറക്കി. ആ പത്രക്കുറിപ്പ് പ്രകാരം ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ദേവസ്വം ബോർഡിന് കീഴിൽ ശബരിമലയിൽ നടന്ന മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഇഡി അന്വേഷിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അവർ നൽകുന്ന സൂചന. അപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ സംശയിച്ചു. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ അവിടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഭക്തരെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഈ നെയ്യടക്കമുള്ള കാര്യത്തിൽ, അരവണ അല്ലെങ്കിൽ നെയ്യ്, ശർക്കര, പിന്നീട് എന്താണ് ഈ പടിപൂജ അടക്കം, നേരത്തെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള പടിപൂജയൊക്കെ തന്നെയാണ് നേരത്തെ ബുക്ക് ചെയ്യുന്നത്, അതൊക്കെ മാറ്റി ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമോ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പടിപൂജ, അഷ്ടാഭിഷേകം, അതുപോലെ തന്നെ അവിടുത്തെ ഗണപതി ഹോമം, അങ്ങനെ ഒരുപാട് പൂജകളുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ട് എന്നുള്ളത് പണ്ടുകാലം മുതലേ, നമ്മളൊക്കെ ഒരു പക്ഷേ ബാല്യകാലം മുതലേ കേൾക്കുന്ന ആരോപണങ്ങളാണ്. അവിടെ പുതുമയായിട്ട് വന്നത് അവിടെ ഇരുന്ന ഉപകരണം, ഈ ഉരുപ്പടികൾ, സ്വർണ്ണ ഉരുപ്പടികളും അവിടെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് നമുക്ക് പുതുമയായിട്ട് തോന്നുകയും അതിലാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. കാരണം അയ്യപ്പ ചൈതന്യം പാത്രം വരെ തട്ടിച്ചു. അതെ, പാത്രം, അവിടുത്തെ പഴയ പാത്രങ്ങൾ, വിളക്ക് ഒക്കെ എടുത്ത് വിറ്റു, ആക്രിക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞുള്ള അഴിമതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇഡി കൃത്യമാണ്. ഇഡി പറയുന്നത് അവിടെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയുടെ നോക്കുക, അവർ 2 സ്റ്റേറ്റുകൾ, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ടാണ് ഈ കൊള്ള നടന്നതെന്നാണ് അവർ അനുമാനിക്കുന്നത്. അതിനൊപ്പം തന്നെ അവിടുത്തെ പൂജകളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ ശരിയാണ്. കാരണം 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ മകരവിളക്കിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു വസ്തുതയുണ്ട്. ഇത്തവണ മകരവിളക്കിന് ഞങ്ങൾക്കാകെ സന്നിധാനത്ത് 400 റൂമാണുള്ളത്. അതിൽ ഇത്തവണ ഞങ്ങളൊരു പരീക്ഷണം നടത്തി. ഈ മകരവിളക്കിന്, അതായത് 400 റൂമുകളിൽ VIP-കൾക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടുന്ന റൂമെല്ലാം എടുത്ത ശേഷം ഞങ്ങൾ ബാക്കി വന്ന റൂം, ഏതാണ്ട് 100ഓളം റൂം ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള അവസരം കൊടുത്തു. മണിക്കൂറുകൾക്കകം ആ ഓൺലൈനിൽ അതെല്ലാം ബുക്കിംഗ് ആയി. 2500 രൂപയേ ഉള്ളൂ ഞങ്ങൾ ചാർജ് ചെയ്തത്. അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ മേന്മയെന്ന് പറയുന്നത്, ഇത്തവണ ശബരിമല മകരവിളക്കിന് സാധാരണ ഭക്തർക്ക് 2500 രൂപയ്ക്ക് റൂം ബുക്ക് ചെയ്ത് അവിടെ നിന്ന് താമസിക്കാൻ പറ്റിയെന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം തന്നെ പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ ഈ റൂമുകൾ അധികം വരും,
അവരുടെ ആവശ്യം കഴിഞ്ഞ് ആ അധികം വരുന്ന റൂമുകൾ ഇടനിലക്കാരും വലിയ ചില കക്ഷികളും അവിടുത്തെ സ്ഥിരം ചില അവതാരങ്ങളും ഇതങ്ങ് ബുക്ക് ചെയ്യും. അപ്പോൾ ആവശ്യക്കാർ വന്നാൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്കാണ് ആ റൂം ബുക്ക് ചെയ്യുന്നത്. അതായത് ദേവസ്വം ബോർഡിലേക്ക് സമീപിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പറയും ഞങ്ങളുടെ ഈ റൂമില്ല, എല്ലാം ബുക്കിംഗ് ആണ്, ഇവരെ ഒന്ന് സമീപിച്ചു നോക്കും. അവരും ചില റൂമുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവരെ സമീപിച്ചാൽ ചിലപ്പോൾ ഒഴിവുണ്ടെങ്കിൽ അവർ വരുന്നില്ലെങ്കിൽ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇടനിലക്കാരനെ അവതാരത്തെ സമീപിക്കും. അവിടെ ചെല്ലുമ്പോൾ പറയും ഞങ്ങൾ വരുന്നില്ല, പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഒന്ന് ആലോചിച്ചു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാണ്, അതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയാണ് കഴിഞ്ഞ മകരവിളക്ക് വരെ 2500 രൂപയുടെ റൂം അവതാരങ്ങൾ 1.5 ലക്ഷം 1 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ പടിപൂജയുടെ കാര്യം നമുക്കറിയാം, ഏതാണ്ട് 10-20 കൊല്ലത്തേക്ക് ബുക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ആവശ്യക്കാർ വരുമ്പോൾ അതെ 25,000 രൂപയോ 1 ലക്ഷം രൂപയൊക്കെ വില വരുന്ന പൂജകൾ അതിന്റെ ഇരട്ടി വിലയ്ക്കാണ് മറിച്ചു വിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇ ഡി അന്വേഷിക്കാൻ പോവുകയാണെന്നാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ കയറി നിൽക്കുമ്പോൾ അത് നൽകുന്ന സൂചന. ഒരു കാര്യം കൂടി, ഈ SIT കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ 90 ദിവസത്തേക്ക് തന്നെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനിയിപ്പോൾ പത്മകുമാറൊക്കെ ആ ഒരു സമയക്രമത്തിലേക്ക് വരികയാണ്. ഇ ഡി കൂടി വരികയും ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ തന്നെ ജയിൽവാസം ഇനി മറ്റൊരു തലത്തിലേക്ക് പോകുമോ? ഉറപ്പായിട്ടും. കാരണം ഇതിനകത്ത് ഇപ്പോൾ 2 കേസുകളാണ് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ടും ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ടും. അതിൽ ആദ്യം അറസ്റ്റായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആദ്യത്തെ അറസ്റ്റ് ദ്വാരപാലക പാളികളിലായിരുന്നു. അതിനുശേഷം 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത്. ഈ ആദ്യത്തെ കേസിൽ ഇന്ന് ഒരു പക്ഷേ ഇന്നത്തെ വാദം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ കേസിൽ ജാമ്യം കിട്ടുമെന്നാണ്. പക്ഷേ രണ്ടാമത്തെ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ഉടനെ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് SIT ഇപ്പോൾ ഈ കേസുകളിലെല്ലാം ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഈ ഒറിജിനൽ പാളിയല്ല വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിക്കൽ സ്വർണ്ണം, അതായത് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കേസുകളിലും താൽക്കാലിക ചാർജ് ഷീറ്റ് കൊടുത്ത ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് SIT പോകും. അതിനുശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ റിക്കവറിയാണ്. എവിടെയാണ് യഥാർത്ഥ സ്വർണ്ണപ്പാളി കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത് അത് കണ്ടെത്താൻ പോറ്റിയെയും തന്ത്രിയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇവര് മറ്റ് 2 കേസിലും ഈ ജാമ്യം കിട്ടുന്ന ഘട്ടത്തിലേക്ക് എത്തിയാലും ഈ റെയ്ഡിന് ശേഷം ഇ ഡി ഉറപ്പായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ എല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തും. ഇ ഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജയിൽവാസം നീളുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ജാമ്യം കിട്ടാൻ പാടാണ്. ഒരു കാര്യം കൂടി, വാജിവാഹനത്തിന്റെ കാര്യത്തിൽ ഒരു കേസിലേക്ക് FIR-ലേക്ക് പോകുമോ? തീർച്ചയായിട്ടും. അത് ഇന്നലെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അത് വിശദമായി അന്വേഷിക്കാനാണ്. അതായത് നിലവിൽ നടക്കുന്ന 98-ലെയും 2019-ലെയും 2024-ലെയും 2025-ലെയും അന്വേഷണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കൊടിമരവുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി ചിട്ടയോടെ അന്വേഷണം നടത്താനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് SIT ഈ കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടിമരത്തിൽ പ്രത്യേക FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിക്കും. അത് കൊടിമരത്തിലെ വാജി കൈമാറ്റമല്ല, കൊടിമരം നിർമ്മിക്കാൻ പുതിയ കൊടിമരം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ച 2014 മുതൽ, അതായത് കോൺക്രീറ്റ് തൂണിനെ ചിതലരിച്ചു എന്ന് പറഞ്ഞിടം തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. അപ്പോൾ ഈ രാഷ്ട്രീയവാദങ്ങളൊക്കെ ഈ പലതരത്തിൽ എന്താണ് ആ കാലഘട്ടത്തിൽ 2017 മുമ്പുള്ള കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ 20 വർഷത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരുപാട് UDF-ന്റെ LDF-ന്റെയും ഒക്കെ തന്നെ അംഗങ്ങളായാലും ബോർഡ് പ്രസിഡന്റുമാരെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ടൊക്കെ ഈ കേസ് എത്രത്തോളം പ്രസക്തമുള്ളതായി മാറും? അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, 20 വർഷം 2 ഡെക്കേഡ്സിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. 2 പതിറ്റാണ്ടായിട്ട് അവിടെ വലിയ അഴിമതി നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ 10 വർഷമായിട്ട് മാത്രമാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്നത്. അതിനു മുൻപ് 5 വർഷം ഭരണം മാറി വരികയാണ്. അപ്പോൾ UDF LDF ഭരിക്കും, അവരുടെ പ്രതിനിധികൾ ദേവസ്വം ബോർഡിലേക്ക് വരികയും സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാവരും സംയമനം പാലിക്കുക. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ ഓരോ അന്വേഷണവും പൂർത്തിയാകും എന്ന ഘട്ടം വരുമ്പോഴാണ് പുതിയ അഴിമതിയുടെ വാതിൽ, ക്രമക്കേടിന്റെ വാതിൽ, കൊള്ളയുടെ വാതിൽ. ഒരു കാര്യം കൂടി, വിപുലമായും വിശാലമായ ഒരു അന്വേഷണത്തിലേക്ക് നിലവിലെ ഈ കേൾക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഇൻപുട്സ് വെച്ച് പോകേണ്ടി വരുമെന്ന് ഹൈക്കോടതി പറയുകയാണെങ്കിൽ ഒരു CBI അന്വേഷണത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? അതിനുള്ള സാധ്യതയും ഇന്നലത്തെ ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അസ്വാഭാവികവും അമ്പരപ്പിക്കുന്നതുമായ വിശദാംശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന അടക്കം പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വിപുലമായ അന്വേഷണം ഇപ്പം നമ്മൾ ഈ SIT-യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പോലീസ് ആസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ CBI-യിലേക്ക് പോകും എന്ന് തന്നെയാണ്. SIT ഉദ്യോഗസ്ഥർക്കും അത്തരം ബോധ്യങ്ങളുണ്ട്. ഇത് തുടരന്വേഷണം CBI-യിലേക്ക് പോകും എന്നുള്ളത്. തീർച്ചയായും. അപ്പോൾ ഒരു നെല്ലും പതിരും തിരിയട്ടെ. കൊള്ളയടിച്ച കാട്ടുകൊള്ളക്കാർ അത് ഇനിയും ആ ലിസ്റ്റിലേക്കുണ്ട്. 5ഓളം ആളുകൾ ഇനിയും ആ റഡാറിലേക്ക് വരുന്നു എന്നതിൻ്റെ പ്രത്യേകത കൂടി ഉണ്ട്. അങ്ങനെയാണ് ഉള്ള സൂചനകളാണ് ഹൈക്കോടതി നൽകിയത്. പിന്നാലെ ഇപ്പോൾ ഇന്ന് ED വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു.